ഇൻസ്ട്രക്ടർ പറഞ്ഞത് കേട്ടതുകൊണ്ടും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ പാറയിലൊന്നും ഇരിക്കാതെ രക്ഷപ്പെട്ടത്. ഹേയ്, ഞാൻ ആനന്ദ് ശങ്കർ. ഞാനിപ്പോൾ ഹിമാലയത്തിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ഋഷികേശിലാണ്. അവിടെ എന്താണ് ചെയ്യുന്നതെന്നില്ല, റിവർ റാഫ്റ്റിങ്ങിനുള്ള ഒരുക്കത്തിലാണ്. ഒറ്റയ്ക്കാണ് യാത്ര എന്നതുകൊണ്ട് തന്നെ എല്ലാം ക്വിക്കായി തന്നെ പ്ലാൻ ചെയ്ത് അതിന് വേണ്ട സ്യൂട്ട് പോലും ഇല്ലാതെയാണ് ഞാൻ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. സോ ഇറ്റ്സ് പ്ലാൻഡ് ബൈ ആനന്ദ്. സബ്സ്ക്രൈബും ലൈക്കുമൊന്നും ചെയ്യാത്തവർ തീർച്ചയായും ആ കാര്യം പരിഗണിക്കുക. വീഡിയോയിലേക്ക് പോകാം. ഇത് ഹിമാലയൻ ഔട്ട്ഡോഴ്സ്. ഞാൻ ഋഷികേശിലെത്തിയ രണ്ടാമത്തെ ദിവസം കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ റിവർ റാഫ്റ്റിങ്ങിനെ കുറിച്ച് ഒന്ന് ചോദിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവരൊരു ഓഫർ വെച്ചു. നിങ്ങൾ ഏതായാലും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇപ്പോൾ നമ്മുടെ ഒരു കൂട്ടർ പോയിട്ടുണ്ട്, അവരുടെ കൂടെ പോവുകയാണെങ്കിൽ വെറും 500 രൂപ മാത്രം തന്നാൽ മതി, അല്ലെങ്കിൽ നാളെയാണ് വരുന്നതെങ്കിൽ അത് 1000-ഓ 1500-ഓ ആകാം. ഞാൻ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു കോസ്റ്റ്യൂം ആയിരുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു ഓഫർ വേണ്ട എന്ന് വെക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം സമയവും ചിലവും തന്നെ. ഞാൻ അടുത്ത ദിവസമാണ് റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്ലാനിംഗ് പോലെ ഏകദേശം കാര്യങ്ങളെല്ലാം തീർന്നും കഴിഞ്ഞു. ആകെ ബാക്കിയുള്ളത് ഗംഗാ ആരതി മാത്രമാണ്. അത് ഏതായാലും കാണാൻ എനിക്ക് നാളെയും സമയമുണ്ട്. ഇനി നാളത്തെ റേറ്റ് 1000 ആയില്ലെങ്കിൽ പോലും വന്ന ഉടനെ പോകാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. യാത്രയിലെ സമയം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളൊരു ഭാഗ്യം. അങ്ങനെ ഹോട്ടലിൽ പോയി പോലും ഉടുപ്പ് മാറാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീൻസും ഷർട്ടും ഇട്ട് റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി തയ്യാറായി. ഞാൻ ഈ ബുക്ക് ചെയ്ത റിവർ റാഫ്റ്റിംഗ് സംഘത്തിലെ ആളുകൾ നേരത്തെ തന്നെ പുറപ്പെട്ടിരുന്നു. അങ്ങനെ അവിടുത്തെ ചേട്ടൻ അയാളുടെ സ്കൂട്ടറിൽ ആ വണ്ടിയെ ചേസ് ചെയ്ത് ആ വണ്ടിയുടെ അടുത്തെത്തി എന്നെ ആ വണ്ടിയിൽ കയറ്റി വിട്ടു. അങ്ങനെ ആ വണ്ടി 16 കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് റിവർ റാഫ്റ്റിംഗ് സ്പോട്ടിലെത്തി. ആ ബോട്ടുകൾ ഓരോന്നോരോന്നായി താഴേക്ക് അൺലോഡ് ചെയ്യുകയും. ഋഷികേശിൻ്റെ എല്ലാ റിവർ റാഫ്റ്റിങ്ങുകളും തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല. ഇനി റോഡിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതിലും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അവിടെ നിന്നെല്ലാം റാഫ്റ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ പറ്റും. സാധാരണ ആളുകളെ കൊണ്ടുവന്ന് റാഫ്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ട് മാത്രമാണ്. നമ്മൾ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ അവർ നമ്മുടെ എക്സ്പീരിയൻസ്, ഈ റിവർ റാഫ്റ്റിങ്ങിനുള്ള എക്സ്പീരിയൻസ് ചോദിക്കും. നമ്മൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ ആ ഒരു ലെവൽ എങ്ങനെയാണ് എന്നതിനനുസരിച്ച് അവർ നമുക്ക് ഓരോ രീതിയിലുള്ള റിവർ റാഫ്റ്റിംഗ് പാക്കേജുകൾ സജസ്റ്റ് ചെയ്യും. ഇതിലും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഏരിയകളിൽ നിന്ന് നമുക്ക് റിവർ റാഫ്റ്റിങ്ങോ കയാക്കിങ്ങോ എല്ലാം ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ അഡ്വഞ്ചറിനോടുള്ള താല്പര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തിരിക്കും. അങ്ങനെ കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ള വഴിയിലൂടെ ഗംഗയുടെ അടുത്തേക്ക് നടന്നു. ഇവിടെ കുറേയധികം ബോട്ടുകൾ സജ്ജമാണ്. ഗംഗയെ അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിൽ കാണാൻ സാധിക്കുന്ന ഒരിടമാണ് ഋഷികേശ്. 250ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് സമതലമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് ഋഷികേശിൽ വെച്ചാണ്. എൻ്റെ സേഫ്റ്റി ജാക്കറ്റും തുഴയും പിന്നെ ഹെൽമെറ്റെല്ലാം എൻ്റെ കയ്യിൽ കിട്ടി. മുൻപ് പറഞ്ഞതുപോലെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ DSLR ക്യാമറകളോ നമ്മുടെ മറ്റ് സാധനങ്ങളോ ഒന്നും റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. മൊബൈൽ നമുക്ക് എടുക്കാം. അത് ഗൈഡ് ഒരു വാട്ടർ പ്രൂഫ് കവറിൽ ഇട്ട് വെക്കും. ഗൈഡ് അയാളുടെ ക്ലാസ് ആരംഭിച്ചു. तो गाइस आप लोगों को रिवर सेफ्टी के बारे में बताऊंगा एंड बोट पे कैसे बैठना है। ये आप लोगों का मोटर बोट नहीं थी, मोटर लगाए स्टार्ट हुआ चलते। ये एडवेंचर है एंड पैडलिंग पॉइंट। इसमें पहले जब तक आप करोगे तब भी बोट हमारी आगे जाएगी, ओके? अगर नहीं करोगे तो वहीं पे। एंड तो गाइस सबको राफ्टिंग फर्स्ट टाइम है, सबका फर्स्ट टाइम, सेकंड टाइम, किसी का फर्स्ट और सेकंड। सभी लोग बातों को ध्यान से सुनिए, ओके? ऐसा नहीं कि हमारा सेकंड टाइम तो हमें पता है, हम सुन रहे हैं। रोज चेंज होते हैं, साथ साथ से काम करेंगे। या तो कहीं भी वेलपुल बन जाता है, कहीं भी क्या कहते हैं कुछ ये एडवेंचर कुछ भी हो सकता है, ओके? तो गाइस माय नेम इज राज। जो इस बोट के साथ जो गाइड आप लोग को गाइड करेंगे, जो उस बोट पे जाएंगे वाइट बोट पे, उनका नाम रहेगा सत्य, ओके? आप लोग का स्टार्टिंग पॉइंट शिवपुरी एंड फिनिशिंग पॉइंट रामपुर। ये आप लोग का बोट है, ये बोट का फ्रंट साइड है, वो बैक साइड है। बैक साइड हमेशा क्या है, फ्रंट साइड और बैक साइड दोनों देखने में सेम लगती है। फ्रंट साइड की पहचान आपकी आगे लगी रॉक लगी, जिससे बोट के बोल है, ओके? ऐसा कोई नहीं करेगा। ये होती है फ्रंट साइड की पहचान। ये राइट की लेफ्ट। जो फ्रंट में बंदा बैठेगा राइट साइड उसका बैठेगा पोजीशन, राइट साइड बंदा बैठेगा फ्रंट साइड उसका लेफ्ट बैक राइट प्रॉपर ही आउट साइड होकर बैठेगा, ओके? ऐसा नहीं सामने से वैप आ रहा है अपना बोट के अंदर आ, बोट के अंदर नहीं आना। और बोट के अंदर आएगा बोट का बैलेंस गिरेगा, फ्लिप होने के चांस होते हैं। कोई बोट के अंदर आता है तो आपको इजी बोट करना है, आप लोग ओके? लेफ्ट में बंदा बैठेगा उसका राइट साइड बैक राइट। इसका सीक्वेंस थोड़ा डिफरेंट है, डिफरेंट गैस में दोनों फुट लॉक हो जाते हैं।
पीछे वाले से जो बंदा राइट साइड बैठेगा उसका राइट फ्रंट, आप गिरना भी चाहोगे नहीं गिरोगे, आपके फुट लोगे, ओके। लेफ्ट में बंदा बैठेगा पीछे वाले सीट पर, उसका लेफ्ट फ्रंट, ओके। सो आपके हाथों में दिया गया पैडल, इसे बोलते हैं पैडल। इसके 3 पार्ट होते हैं, फर्स्ट, सेकंड, फोर्थ, होल्ड योर पैडल, थंब डाउन, ड्रॉ फिंगर अप, ड्रॉ फिंगर अप, सेकंड एंड जीरो, ओके। कोई भी पैडल को रॉन्ग तरीके से होल्ड नहीं करेगा। अगर पैडल को रॉन्ग तरीके से होल्ड करते तो क्या होगा, आप लोगों का रोइंग नहीं हो पाएगा, आप लोग इजी थक जाओगे। इसलिए पैडल को थंब डाउन, टॉप फिंगर अप, सेकंड एंड जस्ट होल्ड करते, ओके। जो बंदा राइट में बैठेगा उसका लेफ्ट हैंड टिप आएगा, जो लेफ्ट में बंदा बैठेगा उसका राइट हैंड टिप आएगा, ओके। तो रिवर टाइम पे गाइड की कुछ बेसिक कमांड। फर्स्ट कमांड है गाइड पैडल फॉरवर्ड। पैडल फॉरवर्ड में क्या करना है आप लोग को, इससे आप लोगों ने की को होल्ड कर रखा, एल्बो स्ट्रेट, सेकंड है जस्ट होल्ड द ब्लेड। ये येलो पार्ट दिख रहा है ब्लेड, किसी का ब्लैक होगा किसी का येलो, तो फुल 90 डिग्री में डिप करना है, फ्रंट टू बैक, पैडल के साथ बॉडी में मूव करना है, ओके। ऐसा नहीं राइट पैडल फॉरवर्ड बोल रहा है आप लोग झाड़ू नहीं मार, पैडल को 90 डिग्री में डिप करना है, ओके। सेकंड कमांड है राइट पैडल स्टॉप, पैडल स्टॉप, पैडल साइड से यहाँ पर मैं पैडल लॉक, ठीक है। रैपिड टाइम आप लोगों ने पैडल को फ्री किया, ये फ्री तो क्या होगा, फ्लैश से पैडल को हिट करेगा, सामने वाले बंदे के फेस पे इजीली चोट आएगी, इसलिए पैडल को रैपिड टाइम ध्यान रहे, ओके। थर्ड कमांड है राइट ऑल बैक पैडल, फोर्थ का कोई दिखाएगा सपोर्ट नहीं ऑल बैक, ओके। एंड फोर्थ गाइड ये इमरजेंसी रिकॉर्ड तब देता है अगर गाइड को लगता है हमारी बोट हमारे हॉल में हिट होने वाली है या फॉल आउट होगी, गाइड बोलेगा होल्ड द रॉप एंड गेट डाउन में क्या करना है, होल्ड द रॉप एंड गेट, कोई भी विदाउट रॉप नहीं आएगा, अगर विदाउट रॉप आते हैं तो सारा वेट एक तरफ जाएगा, बोट हमारी जिंदगी पलट जाएगी, इसलिए होल्ड द रॉप एंड गेट डाउन, ओके। गेट बैक तुरंत अपने पोजीशन पे आना है, जो भी कमांड मिलेगा फॉलो, फॉरवर्ड स्टॉप उसको फॉलो, ओके। ऐसा नहीं कि गाइड बोल रहा है एवरीबॉडी गेट डाउन, या गेट डाउन, इतनी देर में आप लोग बोट तुरंत पलट गए, आप अभी बोट के ऊपर हो गए, फिर बोट हमारे ऊपर है, इससे कमांड मिलता है तुरंत फॉलो करना है, होल्ड द रॉप, गेट बैक तुरंत फॉलो, फोटो स्टॉप, जो भी हो जो कमांड देंगे इसको फॉलो, ओके। ये हेलमेट है किसी रॉक से हिट होता है तो आपका हेड सेफ है, पैडल का बेस्ट फ्रेंड, इधर कोई लॉक गिरता है तो पैडल को। അങ്ങനെ ഗൈഡ് എങ്ങനെയാണ് തുഴയേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ മാനേജ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് കൊണ്ടുവരും. റിവർ റാഫ്റ്റിംഗ് തുടങ്ങിയാൽ 8-ലധികം ചുഴികളെ നമ്മൾ അതിജീവിച്ച് വേണം മുമ്പിലേക്ക് പോകാൻ. റിവർ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഗൈഡിൻ്റെ ഗോപ്രോ POV ഷോട്ടുകളാണ്. आप लोग रेडी हो, रेडी, चलिए फोर डाउन भैया, आने मत बताओ, चलो मत, चलो फोर डाउन നല്ല ഒഴുക്കുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം തുഴയാനുണ്ട്. അപ്പം 1-2 ചുഴികൾ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നിരപ്പായിട്ടുള്ള സ്ഥലം കിട്ടിയപ്പോഴേക്കും
ഗൈഡ് പറഞ്ഞതനുസരിച്ച് നമുക്ക് കാലുകൾ വെളിയിലിട്ടോ അല്ലെങ്കിൽ ഒരു റിലാക്സിങ് മോഡിലേക്ക് ഇരിക്കാൻ പറ്റും. എങ്ങനെയൊക്കെ ഇരിക്കണമെന്നുള്ളത് അവർ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. എവിടെയൊക്കെ ഏതൊക്കെ ഭാഗം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കാം, ഏത് ഭാഗം വരുമ്പോൾ നമ്മൾ റെഡി ആയിരിക്കണം എന്നെല്ലാം നമുക്ക് ഗൈഡ് പറഞ്ഞു തരും. അധിക ആവേശം വേണ്ടെന്നാണ് എന്നോട് ആ പുള്ളി പറഞ്ഞത്. ഒരു വലിയ ഒഴുക്കിലേക്ക് എത്തിയപ്പോഴാണ് അത് സംഭവിച്ചത്. രണ്ടുപേരും വെള്ളത്തിൽ പോയി. ഏതായാലും ഗൈഡ് അപ്പോൾ തന്നെ അതൊന്നും നോക്കണ്ട, നിങ്ങൾ തുഴഞ്ഞോ, നിങ്ങൾ വള്ളം കൺട്രോൾ ചെയ്യുക, എന്നോട് മുമ്പിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ വള്ളം കൺട്രോൾഡ് ആക്കി. കാരണം ഈ ഒരു ഒഴുക്ക് കുറച്ച് നേരത്തേക്കുണ്ട്. അപ്പോഴേക്കും ഗൈഡ് തൻ്റെ കയ്യിലുള്ള കയറൊക്കെ എടുത്ത് അവർക്ക് ഇട്ട് കൊടുക്കാനുള്ള ശ്രമം തുടങ്ങി. നമ്മളോട് തുഴയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഈ ഒരു അലയടിച്ചിൽ കുറച്ച് നേരത്തേക്കുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ ഒരു 100-200 മീറ്റർ കഴിഞ്ഞിട്ടും കിട്ടിയില്ല. അങ്ങനെ വള്ളം തുഴഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് പിന്നെ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ മുമ്പിൽ പോയിട്ടുള്ള റിവർ റാഫ്റ്റിംഗ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം അവരെ പിടിച്ച് കയറ്റി. അതിനുശേഷം കുറച്ച് പ്രായമായിട്ടുള്ളവരെ കുറച്ച് അപ്പുറത്തു നിന്നാണ് ഇതിലേക്ക് കയറ്റിയത്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇച്ചിരി പ്രായമുള്ളവരെ ഒരു പോയിന്റിന് ശേഷമാണ് കയറ്റിയത്. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ആർക്കെങ്കിലും ഗംഗയിലേക്ക് ചാടണമെങ്കിൽ ചാടാമെന്നുള്ള നിർദ്ദേശം തന്നു ഗൈഡ്. അങ്ങനെ കുറച്ച് പേർ ചാടി കുളിച്ചു. ഇതൊരു ചെറിയ ചുഴിയാണ്, എന്നാലും നല്ല അടിപൊളിയായിരുന്നു. പ്രായമായ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്കും സേഫറായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. गंगा मैया की चलिए फॉरवर्ड. ओके स्टॉप, नीचे रखिए. फॉरवर्ड. चलिए forward on. Okay, stop. അങ്ങനെ പെതുക്കെ ഋഷികേശിലേക്ക് അടുത്തു തുടങ്ങി. ഈ 16 കിലോമീറ്ററുകൾ പോയതറിഞ്ഞില്ല. 16 കിലോമീറ്ററുകൾ ബൈ റോഡ് മാർഗമാണ്. ഈ നദിമാർഗം ചിലപ്പം ഒരു 5-6-7 കിലോമീറ്ററുകൾ മാത്രമേ കാണൂ. गंगा मैया की വെള്ളത്തിലുള്ളയാൾ പിടിച്ചിരിക്കുന്നതാണ് ആ ഗൈഡിൻ്റെ കയ്യിലുള്ള കയറ്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പുള്ളിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ദൂരെ രാംജുള, ലക്ഷ്മൺജുള എന്നുള്ള 2 തൂക്കുപാലങ്ങൾ കാണാൻ പറ്റും. ഋഷികേശിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഋഷികേശിലേക്ക് അടുക്കും തോറും എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ ഈ ഋഷികേശ് യാത്രയിൽ എടുത്തൊരു നല്ലൊരു തീരുമാനമാണ് ഇതെന്ന്. കാരണം നാളെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ രാവിലെ ആയിരിക്കും ഈ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യുക. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പല കാഴ്ചകളും മിസ്സാവാൻ ചാൻസുകളുണ്ട്. ഇത് നല്ലൊരു അന്തരീക്ഷം, നമുക്ക് നല്ലൊരു കാലാവസ്ഥ എന്നതെല്ലാം ആസ്വദിച്ച് നമുക്ക് റിവർ റാഫ്റ്റിംഗ് പൂർത്തിയാക്കാൻ പറ്റി.
എൻ്റെ യാത്രകളിൽ എൻ്റെ ഏറ്റവും വലിയ പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ടാണ് ഋഷികേശ്. 2ാം തവണയാണ് ഞാൻ ഋഷികേശ്. എനിക്ക് കൂടുതൽ വ്യക്തമായി ഈ കാണുന്ന രാംജുള പാലത്തിൽ നിന്നോ അല്ലെങ്കിൽ താഴെ നിന്നോ ഈ ബോട്ടിൽ നിന്ന് നോക്കിയാലും ഋഷികേശിൻ്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ സമയം വൈകിട്ട് 6:30. ഞാൻ ഈ ആക്ടിവിറ്റി തുടങ്ങിയത് ഒരു 3:30-4 മണിക്കാണ്. അങ്ങനെ ഒരു 2 മണിക്കൂറോളം വേണ്ടി വന്നു ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ. എല്ലാവരും തുഴച്ചിലൊക്കെ നിർത്തി. ആ ഒരു ഓളത്തിൽ ഇങ്ങനെ വെള്ളം മുമ്പിലോട്ട് നീങ്ങിക്കൊണ്ട് വന്നു. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങാനുള്ള സ്പോട്ട് എത്തി. എല്ലാവരും ഓൾറെഡി പ്ലാൻഡ് ആയതുകൊണ്ട് അവരുടെ ഹോട്ടലിൻ്റെ സ്പോട്ടൊക്കെ ആയപ്പോൾ സൈഡിലേക്ക് നിർത്തി ഇറങ്ങി തുടങ്ങി. ബോട്ട് തീരത്തേക്കെടുത്തു. 1-2 പേർ ബോട്ട് ചുമ്മി അവരുടേതായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചു. ഇനി എനിക്ക് ബാഗ് എടുക്കണം, തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം, അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ്ങുകൾ ചെയ്യണം. ഏതായാലും ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ വാരണാസിയിലായിരുന്നു. അങ്ങനെ പല യാത്രകളുടെ വിശേഷങ്ങൾ വരാനുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.